എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ഓഫ് ദി ടൗണിലേക്ക് സ്വാഗതം. ഓണക്കാലമാണ്. നിങ്ങളെല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് മോഹൻലാൽ സത്യൻ അന്തിക്കാട് കോമ്പിനേഷനിൽ വന്ന ഹൃദയപൂർവ്വം ആ സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ ഒരു സിനിമ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിലാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ മോഹൻലാൽ കൂടാതെ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് മാലവിക മോഹനൻ, സംഗീത് പ്രതാപ്, സിദ്ദിഖ്, അതുപോലെ ജനാർദ്ദനൻ, നിഷാൻ, അവരൊക്കെയാണ് ഇതിൽ ബാക്കിയുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമ തുടങ്ങുന്നത് ആശീർവാദിൻ്റെ ഒരു സ്പെഷ്യൽ, മോഹൻലാലിൻ്റെ ഒരു സ്പെഷ്യൽ ടൈറ്റിൽ കാർഡോട് കൂടിയിട്ടാണിത് സിനിമ തുടങ്ങുന്നത്. അത് തന്നെ വളരെ മോഹൻലാലിൻ്റെ ആശീർവാദ്സിൻ്റെ എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നത് ഒരു സിനിമ ഒഴിച്ച് ബാക്കി പ്രണവ് അഭിനയിച്ചൊരു സിനിമ ഒഴിച്ച് ബാക്കി എല്ലാതും മോഹൻലാലിൻ്റെ സിനിമകൾ തന്നെയായിരുന്നു. അതിൻ്റെ എല്ലാം ഒരു ഫോട്ടോസും അല്ലെങ്കിൽ അതിലത്തെ സീക്വൻസുകളും സീൻസുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കാർഡാണ് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ വളരെ നമുക്ക് ആ ഒരു കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടുമൊക്കെ ഒരു സെക്കൻഡ് നമ്മുടെ മനസ്സിൽ കൂടെ പോകും. അങ്ങനത്തെ ഒരു ടൈറ്റിൽ കാർഡാണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മളൊരു സത്യൻ അന്തിക്കാട് മൂവി കാണുന്ന അല്ലെങ്കിൽ സത്യൻ അന്തിക്കാട് മൂവി ചിത്രങ്ങളിൽ വരണ വളരെ സിമ്പിളായിട്ടുള്ള ഫാമിലി ബേസ്ഡ് ഒരു സ്റ്റോറി തന്നെയാണ് ഈ സിനിമയിലും. വളരെ സിമ്പിളായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഇത് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്ലൗഡ് കിച്ചൺ ഓണറായിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മോഹൻലാൽ ഇതിൽ ചെയ്യുന്നത്. അത് വളരെ ലൈറ്റായിട്ട് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈനിൽ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു കണക്ട് വളരെയധികം ക്യാരി ചെയ്തു പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ പടത്തിൻ്റെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ട് ത്രൂ ഔട്ട് ആ സിനിമയിലുണ്ട്. പക്ഷേ അതിനെ ഒരു ലൈറ്ററാക്കുന്നത് അല്ലെങ്കിൽ വേറെ ഒരു കോമിക് ആയിട്ടുള്ള ഒരു ഹ്യൂമർ സീൻസുകൾ നമുക്ക് വന്ന് പടം ബാലൻസ് ചെയ്യണത് ഇതിലെ മറ്റ് രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പ്രസൻസിലൂടെയാണ്. അത് ഒന്നെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സിദ്ദിഖിൻ്റെ റോള് വളരെ മികച്ച രീതിയിൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മോഹൻലാൽ, സംഗീത് പ്രതാപ്, അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻസ് വളരെ വളരെ നല്ല രീതിയിൽ ഈ ഒരു ഇമോഷണൽ ട്രാക്കിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഹ്യൂമർ ഈ കോമ്പിനേഷൻ സീനുകളിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പറയണം, എല്ലാവരും ഈ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം വന്നതും അല്ലെങ്കിൽ നമ്മൾ പടത്തിൻ്റെ റിലീസിന് മുമ്പും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഒരു പുതിയ കോമ്പിനേഷനെ കുറിച്ചിട്ട് തന്നെയാണ്. കാരണം സത്യൻ അന്തിക്കാട് ഇതിന് മുമ്പത്തെ പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ മോഹൻലാലായിട്ടുള്ള കോമ്പിനേഷൻസ് ഇപ്പോഴും ഒരു സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയായിരിക്കും. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. അത് വളരെ നന്നായിട്ട് ഈ പടത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഓണക്കാലത്ത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഡ്രാമ തന്നെയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ സത്യൻ അന്തിക്കാടിൻ്റെ ഈ ഒരു കോമ്പിനേഷനിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമകളുടെ പോലെ തന്നെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു ഓണക്കാലത്ത് കാണാൻ പറ്റുന്നൊരു ചിത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ ചിത്രം കാണുക.